ജിജാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വരട്ടിയതാണ്. 10 പച്ചമുളക് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 6 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. അത് ആവശ്യത്തിന് നമുക്ക് അപ്പോൾ ഉപയോഗിക്കാം. നമ്മുടെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് ചേർത്ത് നമുക്ക് പുരട്ടി വയ്ക്കാം. ഇതുപോലെ പുരട്ടി അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഈ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വലിയ ചീഞ്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം 4 കിലോ ഇറച്ചി ഉള്ളതുകൊണ്ട് അത് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. അതിലിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. എനിക്ക് വലിയ ഉള്ളിയാണ് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത്, ചെറുതല്ല. നമ്മൾ കൂടുതൽ ഉള്ളി ചേർക്കുന്നത് നമ്മുടെ മസാല പെട്ടെന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഉള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊന്ന് വഴറ്റി ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പകുതിയോളം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഉള്ളിക്ക് വേണ്ട കുറച്ച് ഉപ്പ്, ഈ ഉള്ളിയിലേക്ക് വേണ്ടത് മാത്രമായിട്ടുള്ള ഉപ്പ് നമുക്കൊന്നുകൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ പകുതിയിലധികം വഴന്ന് കഴിഞ്ഞു ഉള്ളി. ഇനി ഇതിലോട്ട് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിക്ക് വേണ്ടത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നേരത്തെ നമ്മുടെ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നമ്മളതിലേക്ക് ചേർത്ത് പിടിപ്പിക്കാം. നന്നായിട്ട് വെറുതെ ഇളക്കുകയല്ലാതെ നമുക്കതിലേക്ക് ഉരಸಿ ചേർത്ത് ആ ഉള്ളിലോട്ട് അങ്ങോട്ട് പിടിപ്പിക്കാം. അതുപോലെ നല്ല ഒന്ന് അമർത്തിയിട്ട് വഴറ്റി കൊടുക്കുക. സോസ്, ടൊമാറ്റോ സോസൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്കതിൽ ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് അമർത്തി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവാൻ നോക്കണം. ഇതേപോലെ വഴറ്റി എടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി പിടിപ്പിക്കാനുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ മസാല കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് എടുത്ത് വെച്ചിരുന്നത്. എന്താ വെച്ചാൽ 4 കിലോ ചിക്കനാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത്. എരിവ് കുറവാന്ന് തോന്നുമ്പോൾ മാത്രം നമുക്ക് മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. നമുക്ക് അധികം ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ. കുരുമുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ മുളക് പൊടിയേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക. ടേസ്റ്റും പിന്നെ വയറിന് നല്ലതും കുരുമുളകായതുകൊണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക് വല്ലാതെ പൊടിച്ചിട്ടില്ല, തരിതരിപ്പായിട്ടേ പൊടിച്ചിട്ടുള്ളൂ. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിൽ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, വരട്ടിയെടുക്കാനാണല്ലോ. അല്ലാതെ തന്നെ ഈ ബ്രോയിലർ കോഴിയിൽ വെള്ളം ഇങ്ങോട്ട് കിനിഞ്ഞു വരും. നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചാൽ വെള്ളം നിറച്ച് തനിയെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് തന്നെ വെള്ളം ഇങ്ങനെ നിറയെ ഉണ്ടാവും. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നോക്കൂ, ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും വെള്ളം ഇതിനകത്ത് തനിയെ ഉണ്ടായതാണ്.
പക്ഷേ ഈ ചീൻചട്ടി നല്ല കനം കൂടിയ ചീൻചട്ടി ആയതുകൊണ്ട് വെള്ളം തനിയെ വാങ്ങി വെച്ചാൽ കൂടെ തന്നെ വലിഞ്ഞു പോകും. അങ്ങനത്തെ ചീൻചട്ടിയാണത്. നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്തിരി അധികം ഇരുന്നോട്ടെ, നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അതിലോട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ മുകളിൽ ലേശം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.